കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നിൽക്കുന്ന ഒരു വിഷയമാണ് ഡ്രഗ് അഡിക്ഷൻ. ഈ ഡ്രഗും സംഭവങ്ങളൊക്കെ പറ്റിയിട്ട് എന്താ എൻ്റെ അഭിപ്രായം? മോൻ ഈ ഡ്രഗ് അഡിക്ഷന്റെ സംഭവം നമ്മളിപ്പോ ഈ ഡേറ്റ് ഞാൻ എപ്പോ ഫോൺ തുറന്നാലും ഓരോ കേസസ് കേൾക്കുന്നത് ഈ ഡ്രഗ് അഡിക്ഷൻ കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇമ്മാരെ തലക്കടിച്ച് കൊല്ലുക, അതുപോലെ പാരന്റ്സിനെ കൊല്ലുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ പെങ്ങളെ കൊല്ലുക, ഇവരെ കൊല്ലുക, അങ്ങനെ ഫുള്ള് കൊലപാതകമാണ് ഇപ്പൊ ഫുള്ള് ന്യൂസിൽ കേൾക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം ഈ ഡ്രഗ് അഡിക്ഷൻ കാരണം കൊണ്ടാണ്. ശരിക്കും ഈ ഡ്രഗ് അഡിക്ഷനിലോട്ട് പോകാനുള്ള മെയിൻ റൂട്ട് എവിടുന്നാണ് എന്നാണ് എൻ്റെ ഒരു മെയിൻ സംശയമാണ് കേട്ടോ. എനിക്ക് എത്രത്തോളം എൻ്റെ ഒരു അഭിപ്രായം വെക്കുകയാണെങ്കിൽ റൂട്ട് എവിടുന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം പാരന്റിങ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. പാരന്റിങ്ങിന്റെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മൾ ഈ ഡ്രഗ്സിലോട്ടൊക്കെ പോകാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നോർമലി ഈ ലോകത്ത് പ്ലഷർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്ലഷറിനോട്ട് തേടി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ മുതൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പാരന്റ്സിന്റെ സപ്പോർട്ട് നമുക്ക് വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ കുറച്ചൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് അവന് കുറച്ച് പ്രായമല്ലോ, അപ്പൊ അവന്റെ കാര്യം നോക്കി പോയിക്കോളും, ലൈക്ക് അവനൊരു ഏജ് ആയല്ലോ അപ്പൊ അവന്റെ കാര്യം നോക്കി പോയിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവര് കുറച്ചൊരു കെയർ കുറയും പാരന്റ്സിനോട്. അതുകൊണ്ട് ഇപ്പത്തേക്ക് ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തുറന്ന് പറയാൻ പറ്റുന്നില്ല. കൂടുതൽ കേസ് നമ്മൾ ആൺകുട്ടികളെ കാണുന്നത്, ആൺകുട്ടികളെ ഉമ്മാരോടൊന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, മെന്റലി കുറച്ചിങ്ങനെ വീക്കാണ്. കാരണം ഒന്നാമത് നമ്മൾ ഈ ആൺകുട്ടികളെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആണ്, അവരങ്ങനെയാണെന്നാണ് അവരെ നമ്മളെ മൈൻഡിലൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഒരു ആൺകുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം നമ്മള് മെന്റലി വീക്ക് ആവുന്ന ഒരു സമയം ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഈ പാരന്റ്സിനോട് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയില് പാരന്റ്സ് ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്, നിങ്ങൾ വാ എനിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്, എന്നോടെല്ലാം പറഞ്ഞു നമ്മൾ എല്ലാ കാര്യം ഷെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് പിന്നെ പാരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഒരു നല്ല റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് പാരന്റ്സ് ഇതിനെ കുറിച്ച് കെയർ ചെയ്യണില്ല എന്നല്ല, കുറെ ആൾക്കാർ മടിക്കും പറയാൻ. ഇപ്പൊ നമുക്കൊക്കെ പറയാൻ തന്നെ മടിയാ പാരന്റ്സിനോട് ഇങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഡ്രഗിനോട് ഒരു അഡിക്ഷൻ ഒക്കെ തോന്നുന്നു, ഐ മീൻ ഡ്രഗ് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പാരന്റ്സിനോട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് തോന്നില്ല. കാരണം എന്താ, പേടികൊണ്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഗ്യാപ്പ് കാരണമാണ്, കുറച്ചൊരു ഏജ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു റിലേഷൻഷിപ്പ് ഗ്യാപ്പ് കാരണം പറയാൻ പേടിയായിരിക്കും. അത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിലോട്ട് അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ എനിക്ക് ഫസ്റ്റ് തോന്നുന്നത്. അതേപോലെ ഇപ്പൊ പാരന്റ്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളാണ് ഒന്നില്ല നമ്മളെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്. അത് പാരന്റ്സിനോട് ചില കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അത് എത്ര വിചാരിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ചില ടോപ്പിക്സ് അങ്ങനത്തെ ആയിരിക്കാം. അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഫ്രണ്ട് ആയിരിക്കാം. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്ത് എന്തും ഷെയർ ചെയ്യുകയും ചെയ്യാം, അവൻ നല്ല സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുള്ളൂ. അവനാണെങ്കിൽ ഇപ്പൊ ജയസൂര്യ പറഞ്ഞൊരു സംഭവം ഉണ്ട്, ചില ഫ്രണ്ട്സ് പറയും എടാ അവന് കുടിക്കുമ്പോൾ 2 എക്സ്ട്രാ ഒഴിച്ചു, അവൻ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം, ഭയങ്കര ഓൺ ആയിക്കോളും, കുറച്ച് പൊട്ടത്തര കാണിച്ചു, നമുക്കൊരു ഫണ്ണാണ്. പക്ഷെ നല്ലൊരു ഫ്രണ്ട് പറയാ എന്താ, വേണ്ട മതി ഇനി കഴിക്കരുത്, അവനെ ചിലപ്പോൾ ചീത്ത ചിലപ്പോൾ തല്ലും, ഇനി കഴിക്കരുത്, വേണ്ട നിന്റെ ഇത് ആയിട്ടുണ്ട് മതി, അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടീവായി നമുക്ക് എന്ത് കാരണം ഷെയർ ചെയ്യാനും പറ്റും, അതുപോലെ എന്ത് കാരണം നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവൻ്റെ അടുത്ത്, അല്ലെ? ഈ ഫാമിലിന്റെ ഒപ്പം ഫ്രണ്ട് സർക്കിളും വേണം, അതാണ് ഒരു കാര്യം. നമ്മളിപ്പോ എവിടെ പഠിക്കാൻ പോവുകയാണെങ്കിലോ നമ്മളെവിടെ എന്തിനു പോവുകയാണെങ്കിലും നമ്മളെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണമെന്നാണ്. കാരണം അത് നന്നായിട്ട് നമ്മളൊരു ഷേപ്പിംഗ് ഓഫ് ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ ഈ പിയർ ഗ്രൂപ്പ്സ് ആണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പാരന്റ്സ് കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ചില പാരന്റ്സിനോട് ഞാൻ പറയാം, നമ്മളൊരു ഏരിയ അല്ല, ബട്ട് ചില ആൾക്കാരിന്റെ അറിവിൽ എല്ലാം ഷെയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും പാരന്റ്സിനോട് ഷെയർ ചെയ്യും, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും അവരതിനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പോൾ ഈ മെയിൻ ആയിട്ട് ഈ ഡ്രഗ്സ് അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കയറുന്നുണ്ട്, മോട്ടിവേഷനും പ്ലഷറും അവർക്ക് കയറുന്നുണ്ട്. ഈ മോട്ടിവേഷൻ ആണ് ഈ ഇമ്മാരെ തലക്കടിച്ച് കൊല്ലുന്നതും. അപ്പൊ അതാണ് നമ്മൾ ഈ ന്യൂസിലൊക്കെ ഈ പ്രതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ, പ്രതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എവിടുന്ന് എനിക്കൊരു ഇങ്ങനത്തെ ഒരു പവർ കിട്ടിയത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താ ഞാൻ ചെയ്തത്, അങ്ങനെയൊക്കെയാണ് ഒരു പറയണത്. അപ്പൊ ശരിക്കും ഇത് കഴിച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പി ഹോർമോൺ വരുന്നുണ്ടല്ലോ, ഡോപ്പമിൻ ഹോർമോൺ. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് അതിനെ കുറിച്ച് അതിന്റെ സയൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡോപ്പമിൻ ഹോർമോൺ ആണ് റിലീസ് ആവുക. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മളെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ ആണ് ഈ ഡ്രഗ് അടിക്കുമ്പോൾ കിട്ടുക. ശരിക്കും നോർമലി ഡ്രഗ് ഇല്ലാത്ത ആൾക്കാർക്ക് ഡോപ്പമിൻ കിട്ടുക വെച്ചാല് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഡോപ്പമിൻ റിലീസ് കിട്ടുക. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഫുഡ്, ഇപ്പൊ കുറെ നാളായി വീട്ടിൽ നിന്ന് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്
അപ്പൊ നമ്മളിപ്പോ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കുന്ന ഫീൽ വേറെ തന്നെയാണ്. അപ്പൊ കിട്ടുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡോപ്പമിൻ റിലീസ് ആണ്. അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ള മന്തി കഴിക്കുക, അല്ല അങ്ങനത്തെ എന്ത് ടേസ്റ്റി ഫുഡ് ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, എന്ത് ടേസ്റ്റി ഫുഡ് ആയാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകുമ്പോൾ ഭയങ്കര സുഖമാണ്, അവർക്ക് ഭയങ്കര പ്ലഷറാണ് അതിൽ. ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കാം, ചില ആൾക്കാർക്ക് സ്വിമ്മിങ്ങിന് പോകുമ്പോഴായിരിക്കാം. അത് ഓരോരുത്തരുടെ ക്രേസ് അനുസരിച്ചാണ്. അപ്പോൾ ഈ ഇങ്ങനെ കിട്ടുന്ന ഡോപ്പമിൻ ഹോർമോൺ, ദിസ് ഇസ് എ പ്രോപ്പർ വേ. ഇതാണ് നമ്മളെ ഏറ്റവും പ്രോപ്പർ വേ ഓഫ് ഗെറ്റിംഗ് ഡോപ്പമിൻ ഹോർമോൺ. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ എക്സ്റ്റേണലി കിട്ടുന്ന സംഭവമാണ് എന്ത്, ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അവർക്ക് അത് കിട്ടാണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ച് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ റിവാർഡ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ഭയങ്കര സുഖം കിട്ടാൻ തുടങ്ങും. അത് എവിടെയും പോകുമ്പോൾ വേണ്ട, ഇരുന്ന് യൂസ് ചെയ്താൽ മതി, സാധനം അങ്ങനെ റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് യൂസ് ചെയ്ത് അവരെ അതിന്റെ ഡ്രഗിന്റെ കൺസപ്ഷൻ കൂട്ടേണ്ടതായി വരും പിന്നെ ലേറ്റർ ഓൺ. കാരണം ബ്രെയിൻ യൂസ് ചെയ്ത് ബ്രെയിനിന്റെ ടോളറൻസ് കൂടും, ബ്രെയിന് എത്ര ആവാണ്ടാവും. കുറച്ച് കിട്ടിയാലും ബ്രെയിൻ ഒന്നും ആവില്ല. അപ്പൊ ബ്രെയിനിന്റെ കുറെ അധികം ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഡോപ്പമിൻ റിലീസ് ചെയ്യുക. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എഫക്ട് ചെയ്യണത് തന്നെ മാറും, പിന്നെ ബ്രെയിൻ എഫക്ട് ആവാണ്ടാവും. അപ്പൊ ഭയങ്കര പ്രാന്ത് പിടിച്ചോലൊക്കെ ആൾക്കാർ നടക്കും. എത്ര ഇതിപ്പോ നമ്മള് ഫുഡ് കഴിക്കണല്ലോ, എത്ര എന്ത് ചെയ്താലും നമുക്ക് ആ ഡോപ്പമിൻ റിലീസ് ആവൂല. നമ്മളെ ബോഡിയിൽ ഡോപ്പമിന്റെ ടോളറൻസും കുറഞ്ഞു, റിലീസും കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്ക് ഒരിക്കലും സന്തോഷം, നമ്മളെ ഇമോഷൻസ് ആണല്ലോ മെയിൻ ഡോപ്പമിൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഇമോഷൻസ് ഉണ്ടാവില്ല. നമ്മളതാണ് ആൾക്കാർ ഇങ്ങനെ ഫുള്ള് കഞ്ചാവ് അടിച്ച പോലെ എന്നൊക്കെ ആൾക്കാർ പറയില്ല. എന്താ വെച്ചാൽ കഞ്ചാവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് അത് അടിക്കുമ്പോൾ നമ്മൾ അത്രയും വേറൊരു റിയാലിറ്റിയിലേക്ക് പോവുകയാണ്. ഓരോ എഫക്റ്റ് ആണ് ഓരോ ആൾക്കാർക്ക്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് എഫക്ട്. അപ്പൊ പണ്ടത്തേനെക്കാട്ടും ഇപ്പൊ കൂടുതല് നമ്മളെ ഇപ്പം പറഞ്ഞ പോലെ ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞ പോലെ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ സ്കൂൾ കുട്ടികളിലൂടെ ഒഴുകുന്നത് നമ്മളെ പേര് പോലും അറിയാത്ത ഡ്രഗുകളാണ് കുട്ടികൾക്ക്. സത്യം പറഞ്ഞ ഇപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഡെയിലി കേസസ് ആണോ, എവിടുന്നാണ് ഇത് വരുന്നത്? ഒക്കെ ഈ ഡ്രഗ് അഡിക്ഷൻ. ഇത് കാരണം ഇത് സംഭവം ഡ്രഗ് അഡിക്ഷൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ കൊലപാതകം വെച്ചാൽ ഫുൾ പാരന്റ്സിനെ കൊല്ലണേ, വേറെ ആരൊന്നുമല്ല. ചിലപ്പോ പൈസ ചോദിച്ച പൈസ തരുന്നില്ല പാരന്റ്, തലക്കടിച്ച് കൊല്ലുക. എന്താ കുട്ടികളാണെങ്കിലോ അവര് ഫുള്ള് ചില്ലായിട്ട് ഒരു കുഴപ്പമില്ലാതെ. എന്റെ അഭിപ്രായത്തില് ഒന്നാമത് ഈ കുട്ടികളല്ല ശരിക്കും പണിഷ് ചെയ്യേണ്ടത്. ഇത് എവിടുന്നാണ് ഈ സോഴ്സ് വരുന്നത്? ഈ ഡീലർമാരൊക്കെ ഉണ്ടല്ലോ, അവരാദ്യം പൊക്കണം. അവരെ പൊക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അതിനുള്ള പണി കൊടുത്ത് അത് അവിടെ നിർത്തലാക്കാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് പരസ്യമായിട്ട് നടക്കണ്ടോ? നമ്മൾ ഇഷ്ടംപോലെ നമ്മളെ കോഴിക്കോട് പഠിക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ പബ്ലിക്കായിട്ട് ആൾക്കാർ നൈസായിട്ട് കൈമാറ്റം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഇതൊന്നും എന്താ വെച്ചാൽ കണ്ടെത്താൻ പറ്റുന്നില്ല ആൾക്കാർക്ക്, അതാണ്. അപ്പൊ ഇത്രയും പബ്ലിക്കായിട്ട് ആൾക്കാർ അത് കൈമാറ്റം നടക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ട് എത്ര നടക്കുന്നുണ്ടാവും, എത്ര ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടാവും. ഈ നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലെ കുട്ടികളെ കൊണ്ട് കൺട്രോൾ ചെയ്യാന്നാ. ഇപ്പത്തെ ഈ കാലത്ത് നമ്മളെ നിയമം വെച്ചിട്ട് എനിക്ക് തോന്നിയത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നെങ്കിൽ നിയമം മാറണം, അല്ലെങ്കിൽ ഡീലർമാരെ പൊക്കണം, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ഹോപ്പ് കുട്ടികളെ ഈ വളർന്നു വരുന്ന ഈ ജനറേഷൻ ഉണ്ടല്ലോ, ഈ ജനറേഷന്റെ ഗ്രോത്തും അവരുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് പാരന്റിങ് നന്നാക്കേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികളെ ഫുൾ ശ്രദ്ധ വേണമെന്നാണ്. കുട്ടികൾ അവിടെ പോകുന്നു, കുട്ടികളെ എന്നുവെച്ചാൽ അവരെ കൺട്രോൾ ചെയ്യാന്നല്ല പറയുന്നത്. അവർക്ക് ഫ്രീഡം കൊടുക്കുക, എല്ലാം പറയാൻ. ഞാൻ പിന്നെ ഫ്രണ്ടിന്റെ ഒപ്പം ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത്, ഞാൻ അങ്ങനെ ചായ കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കുകയാണ്, ഇതൊക്കെ പാരന്റ്സിനോട് ഷെയർ ചെയ്യുന്ന ഇഷ്ടംപോലെ കുട്ടികളെ എനിക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീഡം മെയിൻ ഈ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഏജ് പറയുമ്പോൾ അറൌണ്ട് ടീനേജ് ഒരു 15 to അല്ലെങ്കിൽ ഒരു 20 ആ ഒരു ഏജ് ആകുമ്പോൾ 22 ആ ഒരു ഏജ് വരുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത്. കാരണം വെച്ചാൽ പാരന്റ്സിനോട് എന്താ ആ ഒരു ഡിസ്റ്റന്റഡ് ആവുകയാണ് അവര്. ആ ഒരു ഏജ് ആകുമ്പോൾ ആൺകുട്ടികളെ പ്രത്യേകിച്ച്, പെൺകുട്ടികളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഡ്രഗ് അഡിക്ഷൻ ഭയങ്കര ഇപ്പൊ നല്ല കൂടിക്കുന്ന പെൺകുട്ടികൾ. ഇപ്പൊ ഓരോ ഏരിയസിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് കാണും ഗേൾസ് ആണ് കൂടുതൽ മീൻ ഇതൊക്കെ വലിക്കുമ്പോ നമ്മൾ കാണുന്നത്. നമുക്ക് അറിയില്ല, കാണുമ്പോ നല്ലൊരു കുട്ടി നല്ലൊരു ഇത്. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ആളെ കിട്ടുന്ന ഒരു ഉറപ്പില്ല. ഇപ്പൊ അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവരൊരു മെയിൻ ആയിട്ട് ഇവര് വിചാരം എന്താ വെച്ചാൽ ഈ വലിക്കുന്നതും കുടിക്കുന്നതും വലിയ എന്തോ സംഭവമാണ് വിചാരം. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുള്ള ആൾക്കാർ ഇങ്ങനെ കുറെ വലിച്ചു നടക്കുക, സിഗാർ വലിച്ചു നടക്കുക, അത് കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലാണ്, ഭയങ്കര സംഭവമാണ്. സത്യം പറഞ്ഞാൽ കൾട്ടിവേറ്റ് പുച്ഛാരോട്. കാരണം സ്വന്തം അവരെ ഒരു എന്താ പറയാ ഹെൽത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ അവര് കുറെ ഷോ കാണിച്ച് നടന്നിട്ട് എന്താ? ആ ഒരു വിൽ പവർ, ആ സ്വന്തം ഉള്ളൊരു ഹെൽത്തിനോടുള്ളൊരു വിൽ പവർ ആണല്ലോ ഇത്. അത് സ്വന്തം ഹെൽത്ത് അവർ കേടെടുത്താണല്ലോ. അതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വെറുതെ കുറെ ഷോട്ട് ഇട്ട് ഒരു കാര്യമില്ല. അതാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത്. കുറെ ആൾക്കാര് ഈ വലിക്കാനും കുടിക്കാനൊക്കെ മെയിൻ റീസൺ അതാണ്. കുറെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും സ്വന്തം പ്ലഷറിന് വേണ്ടിയിട്ട്. എനിക്ക് പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ക്രൈസ് ഉണ്ട്. ആ ക്രൈസിന്റെ പിന്നാലെ എപ്പോഴും പോകാൻ നോക്കി. ഈ ഡ്രഗ്സിന്റെ പിന്നാലെ പോകാണ്ട് ചില ആൾക്കാർക്ക് ജിം ആയിരിക്കും ക്രൈസ് ഉണ്ടായിരിക്കുക, ചില ആൾക്കാർക്ക് കാർ മോഡിഫിക്കേഷൻ ചിലപ്പോൾ ക്രൈസ് ഉണ്ടായിരിക്കുക, ചില ആൾക്കാർക്ക് ബൈക്കിംഗ് ലോങ് ട്രിപ്സ് അതൊക്കെ ചില ആൾക്കാർക്ക് ക്രൈസ് ഉണ്ടായിരിക്കുക, ചില ആൾക്കാർക്ക് ഗെയിമിങ് ചില ആൾക്കാർക്ക് ക്രൈസ് ആണ്, ചില ആൾക്കാർക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് വീഡിയോഗ്രാഫി ഇഷ്ടമാണ്,
ചില ആൾക്കാർക്ക് എന്തെങ്കിലും വായിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവാം. ഒന്നാമത് മെയിൻ ആൾക്കാർ ഒന്നുകിൽ തളർന്നിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ആൾക്കാർ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നത്. കൂടുതൽ നിങ്ങള് പാരന്റ്സിന് അതൊരു ഭാരമായി തുടങ്ങും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും, ലൈഫ് മൊത്തം സ്പോയിലാവുക ചെയ്യാം. നിങ്ങൾ തളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്താ ഇഷ്ടമുള്ളത് ഇന്നത്തെ കാലത്ത് നിങ്ങളെ കഴിവ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്, നല്ലൊരു കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. കുറച്ച് പണിയാണ് പൈസ ഉണ്ടാക്കാൻ, കുറച്ച് ഇടങ്ങാറാണ്. പക്ഷെ ആ വഴി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഈ ഡ്രഗ്സ് വിറ്റിട്ടോ കള്ള് വിറ്റിട്ടോ അങ്ങനത്തെ അല്ലാണ്ട് നല്ല ഹലാലായ രീതിയിൽ എന്ത് ചെയ്യുക, അവര് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക. കുറച്ച് പണിയായിരിക്കും, എന്നാലും എന്താ മനസ്സമാധാനം ഉണ്ടാവും, നല്ല ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകാൻ പറ്റും, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്റെ ഒരു ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ. അപ്പൊ ഇന്റെ ഒരു ഒപ്പീനിയൻ ജിമ്മ് പോകുന്നത്. ഇപ്പൊ ജിമ്മ് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ശരിക്കും ലഹരി പറഞ്ഞ ഇതൊന്നല്ല. നമ്മളൊരു PR അടിക്കുമ്പോഴോ നമ്മളൊരു വെയിറ്റ് ലാസ്റ്റ് നമ്മൾ അടിച്ചു, ആ വെയിറ്റ് ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് കൂട്ടിയിട്ട് ആ അത്രയും ഇന്റൻസിറ്റിയിൽ നമുക്ക് അടിക്കാൻ പറ്റുമ്പോൾ എല്ലാവരും ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവും. ഈ നമ്മളെ കൂട്ടുള്ള ഈ സ്പോർട്ടേഴ്സ് ആയ നമ്മളെ ഫ്രണ്ട്സിനായാലും അവർക്കൊരു സന്തോഷം ഉണ്ടാവും, നമുക്കൊരു സന്തോഷം വരും. നമുക്ക് ഇത്രയും സ്ട്രോങ് ആയല്ലോ, നമ്മളെ ബോഡി ഇത്രയും സ്ട്രോങ് ആയല്ലോ എന്നായിരിക്കും നമുക്കൊരു സന്തോഷം വരും. അതൊക്കെയാണ് മോനെ സത്യം പറഞ്ഞ ലഹരി. അതേപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക, ആ ഒരു ബ്രാൻഡ് തുടങ്ങുക. അപ്പൊ ഒരു ചെങ്ങന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഇതാണ് ലഹരി, ബ്രാൻഡ് തുടങ്ങുന്നതാണ് ലഹരി എന്നൊക്കെ പറഞ്ഞാൽ സത്യമാണ് മൂപ്പര് പറഞ്ഞത്. നമ്മളൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട് അത് വളരുന്ന ഒരു വളർച്ച നമ്മൾ കാണുമല്ലോ. എത്ര എന്ത് തുടങ്ങാൻ നിങ്ങൾ വിചാരിക്കും തോൽക്കുന്നല്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് തോൽക്കാൻ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു തെറ്റിലോട്ടും പോവാണ്ട്. ഇപ്പൊ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഇന്നോടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പാരന്റ്സിന് നിങ്ങളെ വളർത്തിണ്ടാക്കിയത് ചെറുപ്പത്തിൽ മുതലേ കഷ്ടപ്പെട്ട് നിങ്ങളെ എല്ലാവരും പറയും, ഒരു മുഫ്തിമാൻക്ക് പറയുന്ന സംഭവം ഉണ്ട്, ഈ ലോകത്തെ എല്ലാവരും നിങ്ങളെ ജനിച്ചതിന് ശേഷം നമ്മൾ ലോകത്തിലേക്ക് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. പക്ഷെ നമ്മളെ ഉമ്മ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ 9 മാസം മുന്നേ നമ്മളെ സ്നേഹിച്ച് കൊണ്ടുവന്ന ആ ഉമ്മാരാണ് ഇവര് എന്ത് ചെയ്യുന്നത്, ഈ കൊല്ലുന്നതും. അവിടെ എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത് ഈ ഡ്രഗ് അഡിക്ഷൻ ആണ്. ഈ ഡ്രഗ് സ്റ്റിമുലന്റ് ആയി കഴിഞ്ഞാൽ ഇവർ പറഞ്ഞില്ല, ഇവർക്ക് ആ ഒരു ബോധമില്ല, അവർക്കും ഒരു പ്രത്യേകതര മോട്ടിവേഷനൊക്കെ കയറുകയാണ് കൊല്ലാനൊക്കെ. അപ്പൊ ആ ഒരു ഈ സംഭവം ചെയ്യുമ്പോൾ ഈ ഇൻസിഡന്റ് ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇഷ്ടംമാരെ കേസ് നമ്മൾ കണ്ടല്ലോ, ഉമ്മാരെ കൊല്ലുന്നൊക്കെ. അപ്പൊ ആ കുട്ടിയെ കൊല്ലാൻ നിൽക്കുമ്പോ എന്തൊരിക്കും ഒരു മനസ്സിലെയും ആലോചിച്ച് നോക്കി, സ്വന്തം അമ്മ എത്ര കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ ഉമ്മാനെ അവർക്ക് കൊല്ലാൻ തോന്നുന്നുണ്ട്, എത്രത്തോളം അത് ഇൻ ഡെപ്ത് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിച്ച് നോക്ക്. നോർമൽ ആൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഒരു ഹ്യൂമൻ ബീങ് നോർമലായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു സോഷ്യോപാത്തോ സൈക്കോപാത്ത് അല്ലാത്ത ഒരു ആൾക്ക് വിചാരിച്ചു നോക്ക്, ഡ്രഗ് അഡിക്ഷൻ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും ഉമ്മാരെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജനിക്കുന്ന മുന്നേ നിങ്ങളെ സ്നേഹിച്ച ഒരാൾ ആകെ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നിങ്ങളെ ഉമ്മയാണ്, നിങ്ങളെ പാരന്റ്സ് ആണ്. ആ പാരന്റ്സിനോട് എല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും പാരന്റ്സിനോട് ഷെയർ ചെയ്യാൻ, എന്താ അവരെന്താ വിചാരിക്കാന്നൊക്കെ. പക്ഷെ ഇന്ന് പോയിട്ട് നിങ്ങളെ പാരന്റ്സ് പറയാം, കാരണം അവർക്കത് മനസ്സിലാവും. കാരണം അവരിത് കഴിഞ്ഞിട്ട് അവരെത്തിയിട്ടുള്ളത്, അവരിതൊക്കെ കഴിഞ്ഞ് ടീനേജും ഈ അഡൾട്ട് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്കത് മനസ്സിലാവും. അപ്പൊ അവരോട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഫ്രണ്ടാണ്, എനിക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ എനിക്ക് ഇങ്ങനെ സ്ഥലത്ത് പോകണം, ഞാൻ എന്റെ കൺട്രോൾ ചെയ്യും, എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനത്തെ ഒരു രീതിയിലൊരു ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ലൈഫ് ഒരു പകുതി സക്സസ്ഫുൾ ആയി. പാരന്റ്സിനായിട്ട് അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് പിന്നീട് നിങ്ങൾക്ക് എന്തായാലും സക്സസിലോട്ട് ലീഡ് ചെയ്യുക. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ടോ ജിമ്മോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇപ്പോൾ പേർപ്പസ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണ് ഞാൻ പറയുന്നത് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 മാസം ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോയിലും വരുന്ന 2 മാസം നിങ്ങൾ ഒന്ന് കൺസിസ്റ്റന്റ് ആയി പോയി തുടങ്ങിയ പിന്നെ നിങ്ങൾ അഡിക്റ്റഡ് ആവുമായിരിക്കും. അത് അഡിക്ഷനാ. അത് പറഞ്ഞാൽ നിങ്ങൾ ആ ബോഡിയിലെ ചേഞ്ചസ് ഒക്കെ അഡിക്റ്റഡ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അത് വിട്ടു പോകാൻ തോന്നൂല. ജസ്റ്റ് ഒരു 1 hour ലൈഫിൽ ജസ്റ്റ് മാറ്റി വെക്കുന്ന ഹെൽത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ബോഡിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിലോട്ടൊക്കെ മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതിലോട്ട് ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഡ്രഗോ ആൽക്കഹോളോ ചിലപ്പോൾ സിഗരറ്റ് ഒക്കെ ആയിരിക്കും, സിഗരറ്റ് ഒക്കെ ചെറുതല്ലേ പറയും, അവിടെ ഒരു സിഗരറ്റ് അല്ലേ, ഒന്ന് വലിച്ചോക്കടാ, ഒന്നും പ്രശ്നമല്ല. എത്ര ആൾക്കാർ തുടക്കം സിഗരറ്റ് തുടങ്ങുക, എല്ലാവരും പറയും എനിക്ക് ഇന്ന് നിർത്താൻ പറ്റും, ഞാൻ വിചാരിച്ചു എനിക്ക് നിർത്താൻ പറ്റും എന്നൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കൂല, അതൊന്നും മെജോറിറ്റി ആൾക്കാർക്ക് നടക്കൂല. കാരണം അത് ആ ഒരു പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കോട്ട് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു പ്ലഷർ വേറെ സ്ഥലത്തും കിട്ടൂല, അവരെങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. അതിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് തുടങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം, നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റും. ഞാൻ പറഞ്ഞ തെറ്റാ നിങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന രീതിയിൽ.
അങ്ങനെ നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വിഡ്രോൾ സിംറ്റംസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പിന്നെ വേറൊരു മിത്ത് ഞാൻ കണ്ടുവെച്ചാൽ ആൾക്കാർ പറയും ഫസ്റ്റത്തെ റീഹാബ് ഉണ്ടല്ലോ അത് നിർത്തി, ആ റീഹാബ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആൾക്കാർ ചിലവർ അതിലോട്ട് പോകും, ഇപ്പൊ കള്ളുടിക്കാണെങ്കിൽ കള്ളുടിട്ട് പോകും, പിന്നെ അത് തിരിച്ച് റിക്കവറി വരില്ല എന്നൊക്കെ. പക്ഷെ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ റിക്കവറി മാത്രമാണോ റിക്കവറി, അത് പിന്നീട് ഒരു തിരിച്ച് റീ അഡിക്റ്റഡ് ആയതിനു ശേഷം റിക്കവറി കിട്ടുമോ? അത് അങ്ങനെ ഇല്ല. ശരിക്കും നമുക്ക് എപ്പോഴായാലും റീഹാബ് ചെയ്യാം, നമുക്കതിൽ റിക്കവറി ഉണ്ടാവും. കാരണം അത് ചില കേസിൽ കുറച്ചും കൂടി സിവിയർ ആവുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് റീഹാബ് ചെയ്യാൻ പറ്റും. റീഹാബ് ചെയ്ത് തിരിച്ചെടുക്കാൻ എന്തായാലും നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ആ ഒരു ഉറപ്പ് നമുക്ക് വേണ്ടത്. ഇൻ കേസ് നമ്മളിപ്പോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറച്ചോണ്ട് പൊറക്കൽ തേടുക പറയില്ലേ, വീണ്ടും ചിലപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യും, പക്ഷെ വീണ്ടും നമ്മൾ റിപ്പൻഡൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് പുറത്ത് ഇരുന്നാണ്. അപ്പൊ അത്രയും നമ്മൾ കൺട്രോൾ തെറ്റി പോകും. എന്തായാലും മനുഷ്യന്മാരാണ്, കാരണം തെറ്റുകൾ പറ്റും. പക്ഷെ തിരിച്ച് നമ്മൾ നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു ഈ ന്യൂസുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുണ്ട് നമ്മളെ നാടിന്റെ അവസ്ഥ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുക, പാരന്റ്സിനായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്.